ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം സൂറത്തും 28-ാം ജുസ്ഇൽ ആകെയുള്ള 9 സൂറത്തുകളിൽ 3-ാമത്തെ സൂറത്തുമായ സൂറ അൽ മുംതഹിനയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 10-ാമത്തെ ആയത്തിൽ വന്ന ഫംതഹിനൂഹുന്ന എന്ന പദത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് വന്നിട്ടുള്ളത്. മുംതഹിന എന്നും മുംതഹന എന്നും ഇംതിഹാൻ എന്നും ഈ സൂറത്തിന് പേരുകളുണ്ട്. മുംതഹിന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കുന്നവൾ, അതായത് പരീക്ഷിക്കുന്ന സൂറത്ത് എന്നും, മുംതഹന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടത്, പരീക്ഷിക്കപ്പെടുന്ന സ്ത്രീ, പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്നുമൊക്കെയാണ് അർത്ഥം. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ എന്നാണ് അർത്ഥം. ഈ സൂറത്തിൽ 13 ആയത്തുകളാണുള്ളത്. 13 ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർആനിലെ ഏക സൂറത്ത് ഇതാണ്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മദനീയ ആണ്. ഈ സൂറത്തിൽ 2 റുക്കൂകളാണുള്ളത്. 1-ാം റുക്കൂയിൽ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളും 2-ാം റുക്കൂയിൽ 7 മുതൽ 13 വരെയുള്ള ആയത്തുകളുമാണുള്ളത്. റുക്കൂ എന്ന് പറഞ്ഞാൽ മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ സൂറത്തുകൾ ഓതുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം പൂർത്തിയായതിനു ശേഷമാണ് റുക്കൂയിലേക്ക് പോവുക. അങ്ങനെ അവർ റുക്കൂയിലേക്ക് പോയിരുന്ന ആ സ്ഥലങ്ങളെയാണ് റുക്കൂ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ, പരിശുദ്ധ ഖുർആനിൽ ആ സ്ഥലങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. ഈ സൂറത്തിൻ്റെ തുടക്കം യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന 3 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അവ 5-ാമത്തെ സൂറത്ത് അൽ മാഇദ, 49-ാമത്തെ സൂറത്ത് അൽ ഹുജറാത്ത്, പിന്നെ ഈ സൂറത്തും. യാ അയ്യുഹ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 10 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് നിസാ, മാഇദ, ഹജ്ജ്, അഹ്സാബ്, ഹുജറാത്ത്, മുംതഹിന, ത്വലാഖ്, തഹരീം, മുസമ്മിൽ, മുദ്ദസ്സിർ എന്നിവയാണവ. ഹുദൈബിയ സന്ധിയുടെയും മക്കം ഫത്ഹിൻ്റെയും ഇടയിലാണ് ഈ സൂറത്തിൻ്റെ അവതരണകാലം. എന്താണ് ഹുദൈബിയ സന്ധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീനയിലേക്ക് ഹിജ്റ പോയല്ലോ. അതിനുശേഷം കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു ഉംറ നിർവഹിക്കാൻ. എന്നാൽ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അവരെ മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾ അവർ തടഞ്ഞു. ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല എന്നും ഉംറ ചെയ്ത് തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടും ശത്രുക്കൾ സമ്മതിച്ചില്ല. അങ്ങനെ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളുമായി, ഖുറൈശികളുമായി ഒരു കരാറുണ്ടാക്കി. ആ കരാറിനെയാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്ന് പറഞ്ഞാൽ കരാർ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്നാണ് അർത്ഥം. ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് അടുത്ത 10 വർഷത്തേക്ക് പരസ്പരം യുദ്ധം പാടില്ല എന്നതായിരുന്നു. സഖ്യത്തിലുള്ളവരോടും യുദ്ധം പാടില്ല. മറ്റൊന്ന്, മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ ചെന്നാൽ അവരെ മക്കയിലേക്ക് തന്നെ മടക്കി അയക്കണം എന്ന് പറഞ്ഞാൽ, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ അവരെ തിരിച്ച് ആ ഒരു ഖുറൈശികളുടെ കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ ആരെങ്കിലും മദീനയിൽ നിന്ന് ഇസ്ലാം വിട്ട് മക്കയിലേക്ക് ചെന്നാൽ അവരെ മടക്കി അയക്കേണ്ടതില്ല. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരായുള്ള ഒരു കരാറായിരുന്നു അത്. എന്നാൽ സത്യത്തിൽ ആ കരാർ ഇസ്ലാമിൻ്റെ വലിയ വിജയമായി മാറി പിൽക്കാലത്ത്. മക്ക മുശ്രിക്കുകൾ, അതായത് ഖുറൈശികൾ, ഈ കരാർ ലംഘിച്ചു. അവർ ഇസ്ലാമിൻ്റെ സഖ്യകക്ഷികളോട് യുദ്ധം ചെയ്തു. അങ്ങനെ അവർ കരാർ ലംഘിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ ഖുറൈശികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഈ ഒരുക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ രഹസ്യമായിട്ടാണ് നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരിൽ തന്നെ വളരെ കുറച്ച് ആളുകളോട് മാത്രമാണ് ഈ കാര്യം അറിയിച്ചത്. ആ സമയം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു സ്ത്രീ വന്നു. അവർ അബ്ദുൽ മുത്തലിബ് കുടുംബത്തിൻ്റെ ദാസി അല്ലെങ്കിൽ അടിമ ആയിരുന്നു. പിന്നീട് അവർ സ്വതന്ത്രരായി ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് അതൊരു തൊഴിലായി സ്വീകരിച്ചാണ് അവർ ജീവിച്ചു പോകുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്നിട്ട് കുറേ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പറഞ്ഞു. അങ്ങനെ സഹായം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള മുത്തലിബ് കുടുംബത്തോട് ശുപാർശ ചെയ്ത് അവർക്ക് ആവശ്യം നിറവേറ്റി കൊടുത്തു. അവർ മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഹാത്തിബ് ബിനു അബി ബൽതഅ എന്ന സ്വഹാബി ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് രഹസ്യമായി ഒരു കാര്യം ഏൽപ്പിച്ചു. അതായത് ഒരു കത്ത് ഖുറൈശികൾക്ക് കൊടുക്കാൻ.
അതിനുവേണ്ടി 10 ദിനാറും അവൾക്ക് നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതായിരുന്നു ആ കത്തിലെ വിവരം. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്ന് പോയ ശേഷം അള്ളാഹു വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം നൽകി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരോട് പറഞ്ഞു, ആ സ്ത്രീ റൗള ഖാഖ്, അതായത് ഖാഖ് തോട്ടത്തിനടുത്ത് ഉണ്ടാകുമെന്നും അവളെ പിന്തുടർന്ന് ആ കത്ത് വാങ്ങി വരാനും. അങ്ങനെ അവർ ആ സ്ത്രീയെ കണ്ടെത്തി. പക്ഷേ ആദ്യമൊക്കെ അവർ അങ്ങനെ ഒരു കത്ത് അവളുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞു. പരിശോധനയിൽ ഇവർക്കത് കിട്ടിയതുമില്ല. പിന്നീട് അവളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് എടുത്തു കൊടുത്തു. ആ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാത്തിബിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കുടുംബം മക്കയിലേക്ക് വന്ന് താമസിക്കുന്ന കുടുംബമാണ്. അതായത് മക്കയിൽ ഈ ഹാത്തിബിൻ്റെ കുടുംബമുണ്ട്, അതിൽ ഉമ്മയും സഹോദരങ്ങളുമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും മക്കയിൽ ഈ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമുണ്ട്. അതുകൊണ്ട് ഖുറൈശികളുടെ കീഴിലാണ് അവർ ജീവിക്കുന്നത്. അവർ ആ നാട്ടുകാരല്ലാത്തതുകൊണ്ട് അവർ മക്കയിലേക്ക് വന്ന് പാർത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർ ഖുറൈശി ഗോത്രമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഖുറൈശികളുടെ കീഴിൽ അവരുടെ ദയയിലാണ് എൻ്റെ കുടുംബം മക്കയിൽ ജീവിച്ചു പോരുന്നത്. അവരെ സംരക്ഷിക്കാൻ എനിക്ക് ഗോത്രമോ ബന്ധുക്കളോ അവിടെ ഇല്ല. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ താങ്കൾ നടത്തുന്ന ഈ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച് ഖുറൈശികൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ മക്കയെ മോചിപ്പിക്കാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തെ ആ ഖുറൈശികൾ കാത്തുരക്ഷിക്കുകയില്ല. അങ്ങനെ എനിക്ക് തോന്നി. എന്നാൽ ഈ വിവരം ഞാൻ രഹസ്യമായി ഖുറൈശികൾ അറിയിച്ചാൽ അവർ മക്കയിലുള്ള എൻ്റെ കുടുംബത്തെ കാത്ത് സംരക്ഷിച്ചു കൊള്ളും എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ചെയ്തു പോയതാണ്. അല്ലാതെ ഇസ്ലാമിൽ വന്ന ശേഷം ഞാൻ അവിശ്വാസിയായിട്ടില്ല, ഞാൻ കപടവിശ്വാസിയല്ല. ഈ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമായി. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്തവരോട് അള്ളാഹു പറഞ്ഞിരിക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക, ഞാൻ പുറത്തു തരുമെന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അവതരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ ആയത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ് يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. യാ അയ്യുഹല്ലസീന ആമനു. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. നമുക്കതിന് ഹേ എന്നർത്ഥം കൊടുക്കാം. അല്ലസീന ആമനു, ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അല്ലസീന ആമനു വിശ്വസിച്ചവർ. അത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദം കൂടെ ചേർന്ന് വരുമ്പോൾ വിശ്വസിച്ചവരേ എന്നായിട്ട് മാറും. അതായത് യാ അയ്യുഹല്ലസീന ആമനു, ഹേ വിശ്വസിച്ചവരേ. ലാ തത്തഹിദു, ഇത്തഹദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു അല്ലെങ്കിൽ ആക്കി എന്നൊക്കെയാണ്. അതിൻ്റെ മുദാരി യത്തഹിദു തത്തഹിദു എന്നൊക്കെയാണ് വരിക. ഇത്തഹദ എന്നുള്ളത് മാളിയാണ്. യത്തഹിദു എന്നുള്ളത് മുദാരി ആവുമ്പോൾ സ്വീകരിക്കുന്നു, സ്വീകരിക്കും. യത്തഹിദൂന അവർ സ്വീകരിക്കും, അവർ സ്വീകരിക്കുന്നു. തത്തഹിദൂന നിങ്ങൾ സ്വീകരിക്കും, നിങ്ങൾ സ്വീകരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ നഹീന് വേണ്ടിയിട്ടുള്ള ലാ വന്നു കഴിഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ അവസാനത്തെ നൂന് പോവും. ലാ തത്തഹിദൂന എന്നല്ല, ലാ തത്തഹിദൂ എന്നാവും. ലാ തത്തഹിദൂ നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ ആക്കരുത്. അദുവി, അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു. ഈ പദം ഏകവചനായിട്ടും ബഹുവചനായിട്ടും ഉപയോഗിക്കും. ശരിക്ക് അദാ എന്നുള്ള ബഹുവചനം ഉണ്ടെങ്കിലും ഈ അദുവ് എന്നുള്ള പദവും ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കും. അപ്പോൾ അദുവി എൻ്റെ ശത്രു,
അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, അദുവീ എൻ്റെ ശത്രു, ബൈത്തുൻ വീട്, ബൈത്തീ എൻ്റെ വീട്, അതേപോലെ. അപ്പോൾ എൻ്റെ ശത്രു എന്നോ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ എന്നോ അർത്ഥം കൊടുക്കാം. അദുവീ എൻ്റെ ശത്രുക്കളെ അല്ലെങ്കിൽ എൻ്റെ ശത്രുവിനെ. വ അദുവക്കും, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അദുവക്കും, അദുവ് ശത്രു, അദുവക്കും നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ. വ അദുവക്കും നിങ്ങളുടെ ശത്രുക്കളെയും, ആ വാവ് വരുമ്പോൾ എന്നർത്ഥം കിട്ടും. വ അദുവക്കും നിങ്ങളുടെ ശത്രുക്കളെയും. ഔലിയാ, വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. അർത്ഥം മിത്രങ്ങൾ, ബന്ധുക്കൾ, കൈകാര്യകർത്താക്കൾ, രക്ഷാധികാരികൾ, അങ്ങനെയൊക്കെയുള്ള അർത്ഥം. അപ്പോൾ നിങ്ങൾ ആക്കരുത്, എന്താക്കരുത്? എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ മിത്രങ്ങളാക്കരുത്, ബന്ധുക്കളാക്കരുത്, അല്ലെങ്കിൽ സംരക്ഷകരാക്കരുത്. തുൽഖൂന, അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് അർത്ഥം. യുൽഖി, തുൽഖി എന്നൊക്കെ പറഞ്ഞാൽ ഇടുന്നു, ഇടും. യുൽഖി എന്ന് പറഞ്ഞാൽ അവൻ ഇടും, അവനിടുന്നു. തുൽഖി നീ ഇടും, നീ ഇടുന്നു. തുൽഖൂന നിങ്ങൾ ഇടും, നിങ്ങൾ ഇടുന്നു. അത് ഹാലിൻ്റെ അവസ്ഥയുടെ രൂപത്തിൽ പറയുമ്പോൾ തുൽഖൂന നിങ്ങൾ ഇട്ടുകൊണ്ട്, ഇലൈഹിം അവരിലേക്ക് അല്ലെങ്കിൽ അവരോട്, അവരിലേക്ക് ഇട്ടുകൊണ്ട്, അവരോട് ഇട്ടുകൊണ്ട്. എന്ത് അവരിലേക്ക് ഇട്ടുകൊണ്ട്? ബിൽ മവദ്ദത്തി സ്നേഹബന്ധം, മവദ്ദത്ത് സ്നേഹബന്ധം. അവിടെ തുടക്കത്തിലുള്ള ബി അത് സായിദയായിട്ട് അധികരിച്ച് വന്ന പദമാവാം, അല്ലെങ്കിൽ കാരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അക്കാരണത്താൽ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബി ആവാം. അപ്പോൾ സ്നേഹബന്ധം കാരണത്താൽ നിങ്ങൾ അവരെ നിങ്ങളുടെ ഔലിയാക്കളാക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രങ്ങളാക്കരുത് എന്നുള്ള അർത്ഥം കിട്ടും അവിടെ കാരണത്താൽ എന്നുള്ള അർത്ഥം കൊടുത്താൽ. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹബന്ധം ഇട്ടുകൊണ്ട്, അവരോട് സ്നേഹബന്ധം കാണിച്ചുകൊണ്ട് അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്നർത്ഥവും കൊടുക്കാം. വഖദ് കഫറു, വഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഈ ഖദ് എന്നുള്ള പദം ഒരു മാളിയായ പദത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് തീർച്ചയായും എന്നുള്ള അർത്ഥം കിട്ടുക. മുലാരിയുടെ മുമ്പിൽ വരുമ്പോൾ ഏറെക്കുറെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഇവിടെ മാളിയുടെ മുമ്പിലാണ്. കഫറ അവിശ്വസിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു. കഫറു അവർ അവിശ്വസിച്ചു, അവർ നിഷേധിച്ചു. അപ്പോൾ ഖദ് കഫറു തീർച്ചയായും അവർ അവിശ്വസിച്ചു, തീർച്ചയായും അവർ നിഷേധിച്ചു. തുടക്കത്തിലുള്ള വാവ് അത്ഫിൻ്റെ വാവോ അല്ലെങ്കിൽ ഹാലിൻ്റെ വാവോ ആയിട്ട് പരിഗണിക്കാം. അത്ഫിൻ്റെ വാവായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ വഖദ് കഫറു അവർ അവിശ്വസിച്ചിട്ടുമുണ്ട്. ഇനി ഹാലിൻ്റെ വാവാണെങ്കിൽ അവർ അവിശ്വസിച്ചവരായിരിക്കെ. ബിമാ ജാഅക്കും, ജാ വന്നു അല്ലെങ്കിൽ വന്നെത്തി. ജാഅക്കും നിങ്ങൾക്ക് വന്നെത്തി. മാ ജാഅക്കും നിങ്ങൾക്ക് വന്നെത്തിയത്, അതിൻ്റെ തുടക്കത്തിലൊരു ബി ഉണ്ട്, ഇൽ എന്നർത്ഥം. ബിമാ ജാഅക്കും നിങ്ങൾക്ക് വന്നെത്തിയതിൽ. അപ്പോൾ നിങ്ങൾക്ക് വന്നെത്തിയതിൽ അവിശ്വസിച്ചവരായിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നെത്തിയതിൽ അവർ അവിശ്വസിച്ചിട്ടുമുണ്ട്. മിനൽ ഹക്കി, എന്താണ് നിങ്ങൾക്ക് വന്നെത്തിയത്? മിനൽ ഹക്കി, ഹക്ക് യാഥാർത്ഥ്യം, യഥാർത്ഥം. മിനൽ ഹക്കി യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥം എന്നുള്ള അർത്ഥം കൊടുക്കാം അവിടെ മിനൽ ഹക്കി എന്നുള്ളതിന്, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട്. യുഖ്രിജൂന റസൂല, ഖറജ പുറത്തു വന്നു, അഖ്റജ പുറത്താക്കി. അഖ്റജ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യുഖ്രിജു, തുഖ്രിജു എന്നൊക്കെ. യുഖ്രിജു എന്ന് പറയുമ്പോൾ അവൻ പുറത്താക്കും, അവൻ പുറത്താക്കുന്നു. യുഖ്രിജൂന അവർ പുറത്താക്കും, അവർ പുറത്താക്കുന്നു. അപ്പോൾ യുഖ്രിജൂന അവർ പുറത്താക്കുന്നു, അർ റസൂല ദൂതനെ, റസൂൽ ദൂതൻ, അർ റസൂല ദൂതനെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വ ഇയ്യാക്കും, വാവ് അത്ഫിൻ്റെ വാവാണ്. ഇയ്യാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ, വ ഇയ്യാക്കും നിങ്ങളെയും. അപ്പം നിങ്ങളെയും അള്ളാഹുവിൻ്റെ ദൂതനെയും അവർ പുറത്താക്കുന്നു. അൻ തുഅ്മിനു ബില്ലാഹി, ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കും, വിശ്വസിക്കുന്നു. തുഅ്മിനു നീ വിശ്വസിക്കും, നീ വിശ്വസിക്കുന്നു. തുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ തുഅ്മിനൂനിൻ്റെ അവസാനത്തിലുള്ള നൂന് പോവും, അൻ തുഅ്മിനൂന്നേ വരുള്ളൂ. അൻ എന്ന് പറഞ്ഞാൽ ആയതിനാൽ, എങ്കിൽ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. അൻ തുഅ്മിനു നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ, ബില്ലാഹി അള്ളാഹുവിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ബില്ലാഹി അള്ളാഹുവിൽ. റബ്ബിക്കും നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ നാഥനായ. ഇൻ കുന്തും ഖറജത്തും, എന്ന് പറഞ്ഞാൽ എങ്കിൽ. കുന്തും എന്നുള്ളത് കാനയുടെ കൂടെ അൻതും എന്ന് ചേർന്നതാണ്. കാന എന്ന് പറഞ്ഞാൽ ആണ്, അൻതും നിങ്ങൾ, കുന്തും നിങ്ങൾ ആണ്. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ. ഖറജത്തും ഖറജ പുറത്തു വന്നു അല്ലെങ്കിൽ പുറപ്പെട്ടു.
ഖറജ്തും നിങ്ങൾ പുറപ്പെട്ടു, ഇൻ കുൻതും ഖറജ്തും നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെട്ടവരായിരിക്കുന്നു എങ്കിൽ, ജിഹാദൻ സമരത്തിന്, ത്യാഗത്തിന്, ഫി സബീലി സബീൽ മാർഗം, വഴി, സബീലി എൻ്റെ മാർഗം, ഫി സബീലി എൻ്റെ മാർഗത്തിൽ, എൻ്റെ വഴിയിൽ, വബ്തിഗാ വാവ് അത്ഫിൻ്റെ വാവാണ്, ഇബ്തിഗാ ഇബ്തഗാ യബ്തഗി, ഇബ്തഗാ എന്ന് പറഞ്ഞാൽ തേടി അല്ലെങ്കിൽ അന്വേഷിച്ചു എന്നൊക്കെയാണ്. ഇബ്തിഗാ തേട്ടം, അന്വേഷണം അല്ലെങ്കിൽ അന്വേഷിക്കൽ, തേടൽ. വബ്തിഗാ തേടുന്നതിനും അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിനും. എന്തന്വേഷിക്കുന്നതിന്? മർദാത്തി, റദിയ തൃപ്തിപ്പെട്ടു, മർദാത്തി എൻ്റെ തൃപ്തി, എൻ്റെ പ്രീതി. തുസിറൂന അസറ യുസിറു, അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി എന്നാണ് അർത്ഥം. യുസിറു അവൻ രഹസ്യമാക്കും, അവൻ രഹസ്യമാക്കുന്നു. തുസിറു നീ രഹസ്യമാക്കും, നീ രഹസ്യമാക്കുന്നു. തുസിറൂന നിങ്ങൾ രഹസ്യമാക്കും, നിങ്ങൾ രഹസ്യമാക്കുന്നു. ഇലൈഹിം അവരിലേക്ക്, തുസിറൂന ഇലൈഹിം അവരിലേക്ക് നിങ്ങൾ രഹസ്യമാക്കുന്നു, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ രഹസ്യമാക്കുന്നു. ബിൽ മവദ്ദത്തി സ്നേഹബന്ധം കൊണ്ട്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മവദ്ദത്ത് സ്നേഹബന്ധം, ബിൽ മവദ്ദത്തി സ്നേഹബന്ധം കൊണ്ട്. വ അന വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. വ അന എന്നാൽ ഞാൻ. അലമു അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം. അലമു എന്ന് പറഞ്ഞാൽ നന്നായി അറിയുന്നവൻ, അതായത് ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണല്ലോ ഇസ്മു ഫായിൽ. അലം അതിൻ്റെ സൂപ്പർലേറ്റീവ്, ഇസ്മു തഫ്ലീൽ നന്നായി അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ. അത് മുലാരിയായിട്ടും പറയാം, അതായത് അലിമ അറിഞ്ഞു, യഅലമു അഅലമു എന്നുള്ളതൊക്കെ മുലാരി പദങ്ങളായിട്ടും വരാം. അപ്പോൾ അഅലമു ഞാൻ നന്നായി അറിയുന്നു എന്നർത്ഥവും കൊടുക്കാം. ഇവിടെ പക്ഷേ ഇസ്മായിട്ട് വരാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ വ അന ഞാൻ, അഅലമു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, അറിയുന്നവൻ എന്നർത്ഥം കൊടുക്കുക. ബിമാ അഖ്ഫൈത്തും, അഖ്ഫ യുഖ്ഫി, അഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു, രഹസ്യമാക്കി. അഖ്ഫൈത്തും നിങ്ങൾ രഹസ്യമാക്കി, നിങ്ങൾ മറച്ചു വെച്ചു. മാ അഖ്ഫൈത്തും നിങ്ങൾ രഹസ്യമാക്കിയത്, നിങ്ങൾ മറച്ചു വെച്ചത്. ബിമാ അഖ്ഫൈത്തും നിങ്ങൾ മറച്ചു വെച്ചതിനെപ്പറ്റി, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിനെപ്പറ്റി, നിങ്ങൾ രഹസ്യമാക്കിയതിനെപ്പറ്റി. വ മാ അയലൻതും, അയലന നേരെ വിപരീതം, അഖ്ഫ എന്നുള്ളതിൻ്റെ വിപരീതം. അയലന പരസ്യമാക്കി. അയലൻതും നിങ്ങൾ പരസ്യമാക്കി. മാ അയലൻതും നിങ്ങൾ പരസ്യമാക്കിയത്. വമാ അയലൻതും നിങ്ങൾ പരസ്യമാക്കിയതും. അപ്പോൾ നിങ്ങൾ രഹസ്യമാക്കിയതിനെപ്പറ്റിയും നിങ്ങൾ പരസ്യമാക്കിയതിനെപ്പറ്റിയും ഞാൻ നന്നായി അറിയുന്നവനാണ്. വമൈ യഫ് അൽഹു വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. മൻ ആരാണോ, യഫ് അൽഹു ഫഅല പ്രവർത്തിച്ചു, യഫ് അലു അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിക്കുന്നു. വമൈ യഫ് അൽ ആരാണോ പ്രവർത്തിക്കുന്നത്, ആ മൻ വന്നതുകൊണ്ട് യഫ് അൽ ജസ്മ് കിട്ടും, അതുകൊണ്ടാണ് അവസാനത്തിൽ സുക്കൂൻ കൊടുത്തത്. വമൈ യഫ് അൽഹു ഇനി ആരാണോ അത് പ്രവർത്തിക്കുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്നത്. മിൻകും നിങ്ങളിൽ നിന്ന്. ഫഖദ് ഫ അപ്പോൾ ഖദ് തീർച്ചയായും, ദ്വല്ല അവൻ വഴി പിഴച്ചു. സവാ അസ്സബീൽ സവാ നേരായ, അസ്സബീൽ വഴി. അപ്പോൾ നേരായ വഴി അവൻ വഴി പിഴച്ചു എന്ന് പറഞ്ഞാൽ അവൻ നേരായ വഴിയിൽ നിന്ന് പിഴച്ചു പോയി. ഇത്രയുമാണ് ഈ ഒരു ആയത്തിലെ പദങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം. വിശ്വസിച്ചവരെ, എൻ്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായവരോട് സ്നേഹബന്ധം കാട്ടിക്കൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചവരാണെന്നിരിക്കെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനാൽ റസൂലിനെയും നിങ്ങളെയും അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനും എൻ്റെ പ്രീതി തേടുന്നതിനും പുറപ്പെട്ടിരിക്കുകയാണെന്നിരിക്കെ അങ്ങനെ ആയതിനാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ അവരോട് സ്നേഹബന്ധം രഹസ്യമായി നടത്തുന്നു. ഞാനാകട്ടെ നിങ്ങൾ മറച്ചുവെച്ചതും നിങ്ങൾ പരസ്യമാക്കിയതും നല്ലവണ്ണം അറിയുന്നവനുമാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അത് ചെയ്യുന്നതായാൽ തീർച്ചയായും അവൻ നേരായ മാർഗം തെറ്റി പിഴച്ചുപോയി. ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശത്രുക്കളോട് രഹസ്യമായിട്ട് സ്നേഹബന്ധം പുലർത്തുക,
അതൊരു വലിയ തെറ്റാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ഒരാൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ സാധിക്കുക എപ്പോഴും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അവിടെ ഒരുങ്ങുമ്പോൾ അത് രഹസ്യമായി ശത്രുക്കൾക്ക് വിവരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ പരാജയമായിരിക്കും, മുസ്ലിങ്ങളുടെ പരാജയമായിരിക്കും അവിടെ സംഭവിക്കുക. അവിടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹബന്ധം കാരണം ശത്രുക്കൾക്ക് അവിടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. അവിടെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഒന്നാം സ്ഥാനം കൊടുക്കാതെ സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ ശത്രുക്കൾക്കൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നൊരവസ്ഥ അതൊരിക്കലും ഉണ്ടായിക്കൂടാ. അതൊരു വലിയ തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നേരായ മാർഗത്തിൽ നിന്ന് ആ വ്യക്തി പിഴച്ചുപോയി. അതാണ് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്ത് പറയുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ആയത്ത് അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ. അപ്പോൾ സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചെയ്ത ഇങ്ങനെ ഒരു തെറ്റായ കാര്യം ചെയ്ത ആ സ്വഹാബി പോലും സത്യവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ സമാധാനമാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അള്ളാഹു. ലാ തത്തഹിദു അദുവി വ അദുവക്കും ഔലിയാ, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകരായി വെക്കരുത്. ഈ സ്വഹാബി എന്താണ് ചെയ്തത്? മക്കയിലുള്ള ആ മുശ്രിക്കുകളെ, മക്കയിലുള്ള ഖുറൈശികളെ സ്വന്തം കുടുംബത്തിൻ്റെ സംരക്ഷകരാക്കാൻ വേണ്ടി നോക്കി. അവർക്ക് ഇങ്ങനെ രഹസ്യവിവരം അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ അവർ സംരക്ഷിച്ചു കൊള്ളുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ, അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നിങ്ങൾക്ക് മിത്രങ്ങളാക്കി അല്ലെങ്കിൽ സംരക്ഷകരാക്കി നിങ്ങൾ വെക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരിലേക്ക് സ്നേഹബന്ധം വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹബന്ധം കാരണത്താൽ. വഖദ് കഫറൂ ബിമാ ജാഅക്കും മിനൽ ഹഖ്, തീർച്ചയായും ആ അവിശ്വാസികൾ നിങ്ങൾക്ക് വന്നെത്തിയ ആ യാഥാർത്ഥ്യമായ കാര്യത്തിൽ അവിശ്വസിച്ച ആളുകളാണ് അവർ. അതുമാത്രമല്ല യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, നിങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ പുറത്താക്കുകയും ചെയ്തു. ആ നാട്ടിൽ നിന്ന്, മക്കയിൽ നിന്ന് അവർ പുറത്താക്കി. എന്താണ് അങ്ങനെ പുറത്താക്കാനുള്ള കാരണം? അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും, അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്, അള്ളാഹുവിനെ റബ്ബായി വിശ്വസിച്ച കാരണം കൊണ്ടാണ് അവർ നിങ്ങളെ ആ രൂപത്തിലൊക്കെ ഉപദ്രവിച്ചത്. ഇൻ കുൻതും ഖറജത്തും ജിഹാദൻ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ ഒരു ജിഹാദിന് അല്ലെങ്കിൽ ഒരു ത്യാഗത്തിന് അല്ലെങ്കിൽ ഒരു സമരത്തിന് നിങ്ങൾ പുറപ്പെട്ട ആളുകളാണ് എങ്കിൽ, അങ്ങനെ പുറപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, വബ്തിഗാ മർദാത്തി, അങ്ങനെ എൻ്റെ പ്രീതി നിങ്ങൾ തേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ സ്നേഹബന്ധം കൊണ്ട് അവരോട് പല കാര്യങ്ങളും നിങ്ങൾ രഹസ്യമാക്കുന്നു, അവരിലേക്ക് പല കാര്യങ്ങളും രഹസ്യമായി നിങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അള്ളാഹു പറയാണ് വ അന ആലമു ബിമാ അഖ്ഫൈത്തും വമാ ആലൻതും, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമൊക്കെ ഏറ്റവും നന്നായി ഞാൻ അറിയും. വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ളല്ല സവാ സബീൽ, ഇനി എങ്ങനെയൊക്കെ ആയിട്ടും ഒരാൾ ആ രൂപത്തിൽ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ശത്രുക്കളോട് ബന്ധം വെച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ രഹസ്യമായി അറിയിച്ചു കൊടുക്കുകയൊക്കെയാണെങ്കിൽ, ഫഖദ് ളല്ല സവാ സബീൽ, തീർച്ചയായും ആ വ്യക്തി നേരായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയി. അപ്പോൾ വളരെ കൃത്യമായിട്ട് അള്ളാഹു ആ ഒരു വിഷയം പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഈ ഒരു സ്വഹാബിയുടെ കാര്യത്തിൽ മാത്രം പറയേണ്ട കാര്യമല്ല, ഇത് എല്ലാ ആളുകൾക്കും പാഠമുള്ള കാര്യമാണ്. ഇത് ആ ഒരു വിഷയത്തിൽ അവതരിച്ചതാണെങ്കിലും എല്ലാ സത്യവിശ്വാസികൾക്കും ഇതിനകത്ത് പാഠമുണ്ട്. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രമാണ് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെയുള്ളൂ. അതാണ് നമ്മൾ ശരിക്ക് നിസ്കാരങ്ങളിലും മറ്റൊക്കെ പറയുന്ന അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു എനിക്ക് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവൻ, മറ്റുള്ളവരൊക്കെ അതിന് ശേഷിയുള്ളൂ. മറ്റെന്തെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ തെറ്റായൊരു കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ, എൻ്റെ വീട്ടുകാരെന്നോട് തെറ്റായൊരു കാര്യത്തിന് നിർബന്ധിക്കുമ്പോൾ, അപ്പോഴൊക്കെ ഞാൻ അള്ളാഹുവിന് ഒന്നാം സ്ഥാനം കൊടുക്കും. അള്ളാഹു എന്താണോ പറഞ്ഞത് അതായിരിക്കും എനിക്ക് പ്രാധാന്യം, അതിന് ഒന്നാം സ്ഥാനം കൊടുക്കും, മറ്റുള്ളവരെ തള്ളിക്കളയും, അത് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. അതാണ് അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, അവിടെ യാ അയ്യുഹ എന്നുള്ളത് യാ എന്നുള്ളതൊരു പദമാണ്, അയ്യുഹ വേറെ പദമാണ്.
അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ യാ അയ്യുഹ എന്ന് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടിയിട്ടും പറയാം. 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം മാത്രം വെച്ച് യാ അയ്യുഹ എന്നും പറയാം. യാ അയ്യുഹല്ലസീന ആമനു ലാ തത്തഖിദു അദുവി വ അദുവക്കും ഔലിയാ. ഔലിയാ എന്നുള്ള സ്ഥലത്ത് ആ നീട്ടലും ഹംസയും ഒരേ പദത്തിലാണ് വന്നത് അടുത്തടുത്ത്. ഔലിയാ എന്നുള്ള ഒറ്റപ്പദമാണ്. അങ്ങനെ വരുമ്പോൾ മദ് മുത്തസിലാണ്, നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം അവിടെ നീട്ടണം ഔലിയാ എന്നുള്ള സ്ഥലത്ത്. തുൽഖൂന ഇലൈഹിം ബിൽ, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നു, അവിടെ മണിക്കണം. അതായത് ഇലൈഹിം ബിൽ ഒരു ചെറിയ രൂപത്തിൽ ഇഖ്ഫാഓട് കൂടി അവിടെ മണിക്കണം. ബിൽ മവദ്ദത്തി വഖദ്, വഖദ് എന്നുള്ള സ്ഥലത്ത് ദാലിന് സുക്കൂനാണ്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. വഖദ് ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. കഫറു ബിമാ ജാഅക്കും, ഇവിടെയും നീട്ടലും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു. ജാ എന്നുള്ള ഒറ്റപ്പദമാണ്. അതുകൊണ്ട് നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. ജാഅക്കും. ജാഅക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, തൊട്ടടുത്ത അക്ഷരം വീണ്ടും ഹർക്കത്തുള്ള മീമാണ്. അപ്പോൾ ഹർക്കത്തുള്ള മീമിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒറ്റ മീമായിട്ട് മണിച്ചിട്ട് പറയണം. അപ്പോൾ ജാഅക്കും മിനൽ ഹഖ് യുഖ്രിജൂന അർ റസൂല വ ഇയ്യാക്കും, അവിടെ വ ഇയ്യാക്കും എന്ന് കഴിഞ്ഞിട്ടൊരു ലാ എന്നുള്ള അക്ഷരം കാണാം. അവിടെ ഒരു കാരണവശാലും അവിടെ പാരായണം നിർത്തരുത്. അഥവാ നമ്മൾ പാരായണം ചെയ്തു വരുമ്പോൾ ശ്വാസം കിട്ടാതെ വരികയാണെങ്കിൽ ഒന്നുകിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പദമൊക്കെ കഴിഞ്ഞിട്ട് നിർത്തുക. ഈ ഒരു സ്ഥലത്ത് വ ഇയ്യാക്കും എന്നുള്ള സ്ഥലത്ത് നിർത്താതിരിക്കുക. അൻ തുഅ്മിനു എന്നുള്ള സ്ഥലത്ത് താഇൻ്റെ മുമ്പ് സുക്കൂന നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും, ഇവിടെയും ഇഖ്ഫാ, അതായത് കാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഇൻ കുന്തും. അതേപോലെ തന്നെയാണ് കുന്തും എന്നുള്ളതിൻ്റെ ഉള്ളിൽ താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്ന സ്ഥലത്തും ഇതേ നിയമം. ഖറജത്തും എന്നുള്ള സ്ഥലത്ത് ജീമിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. നേരത്തെ ദാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ എടുത്ത് പറയണം. ഖറജ് ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ജിഹാദൻ, അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ജിഹാദ എന്ന് പറഞ്ഞിട്ട് നിർത്തും. അല്ലെങ്കിൽ ജിഹാദൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത അക്ഷരം നോക്കണം, ഫ ആണ്. ഫാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ ജിഹാദൻ ഫി സബീലി വബ്തിഗാ. വബ്തിഗാ എന്നുള്ള സ്ഥലത്ത് വാവ് കഴിഞ്ഞിട്ട് ഒരു ഹംസത്തു വസ്ലുണ്ട്. അവിടെ വാവില്ലാതെ അവിടുന്ന് പാരായണം അവിടുന്ന് പറയുകയാണെങ്കിൽ ഇബ്തിഗാ എന്ന് പറയേണ്ടി വരും. പക്ഷേ വാവ് വെച്ച് പറയുമ്പോൾ പിന്നെ ഹംസത്തു വസ്ൽ ഉച്ചരിക്കൂല, വബ്തിഗാ. വാവ് കഴിഞ്ഞ് നേരെ ബ ആണ് പറയാം. അങ്ങനെ ബ പറയുമ്പോൾ ബഇന് സുക്കൂനാണ്, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. നേരത്തെ ദാലും ജീമും പറഞ്ഞ പോലെ ബഇന് സുക്കൂന് വന്നാൽ ബ് എന്ന് എടുത്ത് പറയണം. വബ്തിഗാ. വബ്തിഗാ എന്നുള്ള സ്ഥലത്ത് ഗാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, രണ്ടും ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അപ്പോൾ വബ്തിഗാ. മർദാത്തി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം, അവിടെ പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. തുസിറൂന ഇലൈഹിം ബിൽ, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് മണിക്കുക. ബിൽ മവദ്ദത്തി വ അന, അവിടെ ആ വ അന എന്നുള്ളതിൽ നൂനിൻ്റെ അലിഫുണ്ടല്ലോ, നൂന് കഴിഞ്ഞിട്ട് നൂനിനോട് ചേർത്ത് എഴുതിയ അലിഫ്, അതിൻ്റെ മേലെ ഒരു അടയാളം കണ്ടില്ലേ? അത് ശരിക്കൊരു കൃത്യമായ വൃത്തം അല്ല, ഒരു ദീർഘവൃത്താണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, പാരായണം അവിടെ അങ്ങനെ ചേർത്തി ഓതുകയാണെങ്കിൽ അതില്ല എന്ന് വിചാരിച്ചാൽ മതി. വ അന ആലമോ എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഓതുന്ന പോലെ ഓതിയാൽ മതി. അതേ സമയത്ത് അവിടെ എങ്ങാനും പാരായണം നിർത്തുകയാണെങ്കിൽ അവിടെ ആ ഒരു അലിഫിനെ പരിഗണിക്കണം, ആ അലിഫിനെ ഉച്ചരിക്കണം. അപ്പോൾ വ അന ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം ആ നൂനിന് കൊടുക്കേണ്ടി വരും. വ അന എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തുക. നിർത്താതെ ഓതുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വ അന ആലമോ എന്ന് പറഞ്ഞിട്ട് ഓതിയാൽ മതി. ബിമാ അഖ്ഫൈത്തും, അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. ബിമാ അഖ്ഫൈത്തും. അതേപോലെ വമാ ആലൻത്തും എന്നുള്ള സ്ഥലത്തും അതേപോലെ മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അലൻത്തും, അവിടെ അലൻത്തും എന്നുള്ളതിനകത്ത് താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അലൻത്തും. അലൻത്തും എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം, പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വമൈ യഫ് അൽഹു, യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വമൈ യഫ് അൽഹു. യഫ് അൽഹു എന്ന് കഴിഞ്ഞിട്ട് ആ ഹു എന്നുള്ള ഹാ ഉൽ അമീറിനെ നീട്ടാൻ പാടില്ല. കാരണം ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തെ ഹർക്കത്തുള്ളൂ, ഒരു സ്ഥലത്ത് സുക്കൂനാണ്. സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല.
ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം ലാമിന് സുക്കൂനാണ്, അത് ഹർക്കത്തല്ല. ശേഷം വരുന്ന അക്ഷരം മീമിന് ഹർക്കത്തുണ്ട്. രണ്ട് സ്ഥലത്തും ആ ഹു എന്നുള്ള ഹ ഉൽ-ലമീറിൻ്റെ മുമ്പും ശേഷമുള്ള രണ്ട് സ്ഥലത്തുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ അതിനെ നമുക്ക് നീട്ടാം. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളതുകൊണ്ട് നീട്ടാൻ പാടില്ല, ഹു എന്നേ പറയാവൂ. അപ്പോൾ വമൈ യഫ്അൽ ഹു എന്നേ പറയൂ. മിങ്കും, കാഫിൻ്റെ മുമ്പ് സുക്കൂൻ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിങ്കും. ഫഖദ്, ദാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയാം. ളല്ല സവാഅ, ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടുക. സവാഅ. അസ്സബീൽ, അവസാനത്തെ ലാമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പത്തെ നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ്ദുകാരിൽ. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ് يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. ഇനി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലസീന ആമനു ലാ തത്തഹിദൂ, ശരിക്ക് തത്തഹിദൂന എന്നുള്ള മുലാരിയായിട്ടുള്ള പദമാണ് അവിടെ. അതിൻ്റെ മുമ്പിൽ നഹീന് വേണ്ടിയിട്ടുള്ള ലാ, അരുത് എന്ന് പറയാനുള്ള ലാ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ നൂൻ അങ്ങോട്ട് പോകും. അപ്പോൾ ലാ തത്തഹിദൂന എന്ന് പറയില്ല, ലാ തത്തഹിദൂ എന്നേ പറയുള്ളൂ. അങ്ങനെയാണ് ലാ തത്തഹിദു എന്നായത്. അർത്ഥം വരുമ്പോൾ നിങ്ങൾ ആക്കരുത്, നിങ്ങൾ സ്വീകരിക്കരുത്. ആരെ ആക്കരുത്? അദുവി, എൻ്റെ ശത്രുക്കളെ. അപ്പോൾ ആ അദുവ് എന്നുള്ള ആ പദം അവിടെ മഫ്ഊലും ബിഹിയാണ്, അത് നസ്ബ് കിട്ടിയ രൂപത്തിലാണുള്ളത്. വ അദുവക്കും, അതും ശരിക്ക് മഫ്ഊലും ബിഹിയാണ്. അപ്പോൾ ഈ അദുവി എന്നുള്ളതിനോട് മഅ്തൂഫാണെന്ന് പറയും, അതിനോട് ചേർക്കപ്പെട്ട പദമാണ്, അല്ലെങ്കിൽ അതിനോട് ചേർത്തിയ ഒരു മഫ്ഊലും ബിഹിയും കൂടിയാണ് ഇത്. ഇനി ലാ തത്തഹിദു, നിങ്ങൾ ആക്കരുത്, നിങ്ങൾ സ്വീകരിക്കരുത്. എന്താക്കരുത്? ഔലിയാ ആ, മിത്രങ്ങളാക്കരുത്. അപ്പോൾ ഈ ഔലിയാ ആ എന്നുള്ളത് അതും മഫ്ഊലും ബിഹിയാണ്. ബിൽ മവദ്ദത്തി എന്നുള്ള സ്ഥലത്ത് ബി ഹർഫ് ജറാണ്. ബി വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ട് അല്ലെങ്കിൽ കസ്ർ തൻവീനുണ്ട്. അതുകൊണ്ടാണ് ബിൽ മവദ്ദത്തി, അവസാനത്തിൽ കസ്ർ കിട്ടാനുള്ള കാരണം ബി വന്നതുകൊണ്ടാണ്. വഖദ് കഫറു ബിമാ ജാഅക്കും മിനൽ ഹഖി യുഖ്രിജൂന റസൂല. യുഖ്രിജൂന, അവർ പുറത്താക്കുന്നു. ആരെ? അർ റസൂല, ദൂതനെ. അപ്പോൾ അർ റസൂൽ എന്നുള്ള ആ പദം മഫ്ഊലും ബിഹിയാണ്, അത് നസ്ബ് കിട്ടിയ രൂപത്തിലാണ്. മഫ്ഊലും ബിഹിക്ക് ഇറാബ് നസ്ബാണല്ലോ, അതുകൊണ്ടാണ് അതിന് റസൂല എന്ന് ഫത്ത് ഇട്ടിട്ട് എഴുതിയത്. വ ഇയാക്കും, നിങ്ങളെയും. അപ്പോൾ ഇത് മഅ്തൂഫാണ്, ആ മഫ്ഊലും ബിഹിയിലേക്ക് ഇതും കൂടെ ചേർത്തിയിട്ടുണ്ട്, ഇതും നസ്ബ് കിട്ടിയ രൂപത്തിലാണ്. അൻ തുഅ്മിനൂ, അൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് നസ്ബ് കിട്ടും. സാധാരണ തുഅ്മിനൂന, യുഅ്മിനൂന അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ നൂന് കളയാ ചെയ്യുക, അങ്ങനെയാണ് നസ്ബ് കൊടുക്കുക. അപ്പോൾ അൻ തുഅ്മിനൂ എന്ന് വരാനുള്ള കാരണം തുഅ്മിനൂന എന്നുള്ള മുലാരിയായിട്ടുള്ള പദത്തിൻ്റെ മുമ്പിൽ, ക്രിയയുടെ മുമ്പിൽ അൻ വന്നപ്പോൾ അൻ തുഅ്മിനൂ എന്നായിട്ട് മാറി. ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ബില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി വന്നപ്പോൾ ബില്ലാഹി എന്നായിട്ട് മാറി. റബ്ബിക്കും, ഈ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ബദൽ എന്ന് പറയും, അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയും റബ്ബ് എന്നുള്ളതിന്. അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പദം ഏത് രൂപത്തിലാണോ അതേ രൂപത്തിലാണ് ബദലും വരിക. അവിടെ ലാഹി എന്ന് ജറ് കിട്ടിയ രൂപത്തിലായതുകൊണ്ട് റബ്ബി എന്ന് ജറ് കിട്ടിയ രൂപത്തിൽ ഇതും വന്നു. ഇൻ കുന്തും ഖറജ്തും ജിഹാദൻ, ഖറജ്തും നിങ്ങൾ പുറപ്പെട്ടു, ജിഹാദൻ സമരത്തിന് അല്ലെങ്കിൽ ത്യാഗത്തിന്. അപ്പോൾ അത് ശരിക്കും ആ ജിഹാദ് എന്നുള്ള പദം മഫ്ഊല് ലി അജ്ലഹു എന്നാണ് പറയാം, അതൊരു പ്രത്യേക കാരണത്തെ സൂചിപ്പിക്കുന്ന മഫ്ഊലാണ്. ഫീ സബീലി വബ്തിഗാ, ആ ഒരു ജിഹാദ് എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ട പദമാണ് ഇബ്തിഗാ. ജിഹാദൻ വ ഇബ്തിഗാ എന്നാണ്, അതുകൊണ്ടാണ് ആ ജിഹാദൻ എന്ന് എഴുതിയ പോലെ തന്നെ ഇബ്തിഗാ എന്നുള്ളതിനും നസ്ബ് കിട്ടിയത്. മർദാത്തി എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതായത് ഇബ്തിഗാഇനെ മർദാത്തിയിലേക്ക് ചേർത്തു.
അപ്പോൾ മർലാത്തി എന്നുള്ളത് മുലാഫിനിലേഹിയായി. മുലാഫിനിലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദത്തി, ആ ബി എന്ന് വന്നതുകൊണ്ട് മവദ്ദത്തി എന്നായി. വ അന ആലമു ബിമാ അഖ്ഫൈത്തും വമാ ആലൻതും വമൈ യഫ് അൽഹു, ഇവിടെ മൻ വന്നത് ഒരു നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരാണോ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള മൻ വരുമ്പോൾ അതിനുശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അതുകൊണ്ടാണ് വമൈ യഫ് അൽ, അവിടെ ആ ലാമിന് സുക്കൂന് കൊടുക്കാനുള്ള കാരണം ഈ മൻ വന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു ജവാബ് ഉണ്ടാവും. ആ ജവാബ് ഫഖദ് എന്നുള്ളിടത്തുള്ള ഫ ആണ് തുടങ്ങുന്നത്, ജവാബ് തുടങ്ങുന്നത്. ആ ഫാഇനെ ഫ ഉൽ വാഖിയ ഫി ജവാബി ഷർത്തി എന്ന് പറയും. ഷർത്തിൻ്റെ ജവാബിൻ്റെ സ്ഥലത്തുള്ള ആ ഒരു ഫ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ, അപ്പോൾ ഖദ് ളല്ല, വഴി പിഴച്ചു. ഏത് വഴിയാണ് പിഴച്ചത്? സവാ അ. അപ്പോൾ ആ സവാ അ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. ആ സെബീലി, സെബീൽ എന്നുള്ളത് മുലാഫിനിലേഹിയാണ്. സവാഇനെ സെബീലിലേക്ക് ചേർത്തു. അപ്പോൾ സെബീൽ എന്നുള്ളത് മുലാഫിനിലേഹിയായി. മുലാഫിനിലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, അതുകൊണ്ടാണ് സെബീലി എന്നെഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.